തെളിഞ്ഞ മാനം കണ്ടുകൊണ്ട് ഇന്ന് കുറച്ച് ചെടി പരിപാലനമാകാമെന്ന് കരുതി ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ എൻ്റെ ഒരു ആത്മസുഹൃത്ത് കാണാൻ വന്നത്. അതും അങ്ങ് തിരുവനന്തപുരത്ത് നിന്നും. ആ സുഹൃത്ത് വന്നാൽ വെറും കയ്യിൽ വരില്ല, എൻ്റെ പ്രിയപ്പെട്ടതെല്ലാം കാണും കയ്യിൽ. കാർഷിക ഗ്രൂപ്പിലെ ഒരു ക്വിസിലൂടെ പരിചയപ്പെട്ടതാണ് ചേച്ചിയെ, അതും 2019. ആ പരിചയം വളർന്ന് ഇന്ന് ഇവിടെ വരെ എത്തി നിൽക്കുന്നു. ചേച്ചിയുടെ കയ്യിലുണ്ടായിരുന്ന ശീതകാല പച്ചക്കറി വിത്തുകൾ ഞങ്ങൾ രണ്ടായി പകുത്തെടുത്തു. മരവണ്ട വിത്തുകളോടൊപ്പം ആ വിത്തുകൾ കൂടി പാകാനിട്ടു. മഴയൊന്ന് ഒതുങ്ങി എന്ന് കരുതിയാണ് ചീനിക്കമ്പ് വെട്ടാമെന്ന് കരുതിയത്. അതിശയകരമെണ്ണം മഴ ഒരു സൂചനയും തരാതെ പ്രത്യക്ഷപ്പെട്ടു. എന്ത് ചെയ്യാനാ, തുടങ്ങി വെച്ച കാര്യം പാതിയിൽ നിർത്താൻ പറ്റില്ലല്ലോ. കമ്പ് വെട്ടി മാറ്റിവെച്ച് തിരിച്ച് വീട്ടിൽ കയറിയപ്പോഴാണ് സിംബയുടെ അതിര് കടന്ന കുരുത്തക്കേടിനിരയായ എന്റെ പാവം സ്പൈഡർ പ്ലാന്റിന്റെ പരാതികൾ കേൾക്കാൻ ഇടയായത്. ദിവസവും സിംബയ്ക്ക് എന്റെ പൂന്തോട്ടത്തിൽ നിന്നും ഒരു കറ്റാർ വാഴ ചെടിയും 3-4 ആമ്പലിന്റെ ഇലകളും കുറച്ച് തെച്ച ഇലകളും വേണം പിള്ളക്കലി മാറാൻ. സ്പൈഡർ പ്ലാന്റിനോട് കാണിച്ച കുരുത്തക്കേടിന് ഒരു കൊച്ചു കമ്പ് കൊണ്ട് മറുപടി നൽകിയാണ് ആ വിഷയം അവസാനിപ്പിച്ചത്. ശേഷം സ്പൈഡർ പ്ലാന്റിനെ 2 ചട്ടികളിലായി മാറ്റി നട്ടുകൊടുത്തു. സിംബയെ നന്നായി തുടർച്ച വൃത്തിയാക്കി അടിച്ച് വീട്ടിൽ കയറ്റിയാണ് അന്നത്തെ ആ ദിവസം അവസാനിപ്പിച്ചത്.